ശ്രീ സജീവൻ, ഇപ്പോൾ പൊതുവിൽ വരുന്നതിന് മുമ്പ് നമുക്ക് ഏതായാലും ഇപ്പോൾ സ്പെസിമിനായി നമ്മുടെ മുമ്പിൽ ഉള്ളതിൽ കോട്ടയമുണ്ട്. ആ കോട്ടയത്ത് തന്നെ പാലായും തൊടുപുഴയുണ്ട്. ജോസ് കെ മാണി പറഞ്ഞത് താങ്കൾ കേട്ടല്ലോ. പാലായിൽ ഈ പറഞ്ഞതുപോലെ ആ മണ്ഡലം LDF ലീഡ് നേടുന്ന സാഹചര്യത്തിലേക്ക് വന്നു. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് തൊടുപുഴയിൽ ജോസഫ് ഗ്രൂപ്പ് 38ഓളം വാർഡുകളുള്ളതിൽ 2 മാത്രം ജയിച്ചു. അദ്ദേഹം പറഞ്ഞത് പരുന്തിൻ്റെ പുറത്തിരിക്കുന്ന കുരുവിയുടെ അവസ്ഥയാണ്, കോൺഗ്രസ് കൊടുക്കുന്നത് മേടിക്കുക. അത് കോൺഗ്രസിന് കൂടി ബോധ്യമുള്ളത് കൊണ്ടാകണം തുടർച്ചയായി മാണി ഗ്രൂപ്പിനെ ഇപ്പോൾ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വേണ്ട, ഇടതുപക്ഷത്ത് ഉറച്ചു നിൽക്കുന്നു എന്ന നില തന്നെയാണ് ആവർത്തിച്ച് വളരെ വ്യക്തമായി ആ പാർട്ടിയിലെ പല നേതാക്കളും പറഞ്ഞു. ഒടുവിൽ ജോസ് കെ മാണിയും ഇന്ന് പറഞ്ഞു വെച്ചത്. അതായത് മനസ്സിലാക്കേണ്ടത് എന്താണ്, വലിയ തോതിൽ ഒരു മുന്നണി വിപുലീകരണം എന്നത് UDF ആഗ്രഹിക്കുന്നു, അത് വളരെ പരസ്യമായി തുടർച്ചയായി പറയുന്നു എന്നാണോ? മറുഭാഗത്ത് ഈ തിരിച്ചടി ഉണ്ടാകുമ്പോഴും ഇടതുമുന്നണിക്കകത്തെ ഘടകകക്ഷികൾക്ക് ശ്രീ നിയാസ് പറഞ്ഞ പോലെ ഒരു ആത്മവിശ്വാസക്കുറവുണ്ടോ മുന്നണിയുടെ കാര്യത്തിൽ? ഇടതുപക്ഷ മുന്നണിയിലെ ഘടകകക്ഷികളായിട്ടുള്ള, പ്രത്യേകിച്ച് നമ്മൾ നോക്കേണ്ട ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ്, ഈ കേരള കോൺഗ്രസിന്റെ ആത്മവിശ്വാസക്കുറവ് ഉണ്ടായിരുന്നുവെങ്കിൽ അതിന്റെ ചെറിയ സൂചനയെങ്കിലും ഇന്നത്തെ ജോസ് കെ മാണിയുടെ പ്രതികരണത്തിന് ഉണ്ടാവേണ്ടതാണ്. അദ്ദേഹം വളരെ കൃത്യമായും ശക്തമായുമാണ് നിലപാട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഞങ്ങൾക്കൊരു തരത്തിലുള്ള ആത്മവിശ്വാസക്കുറവുമില്ല, ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല, ഞങ്ങളിതാ ഇളകി നിൽക്കുകയാണെന്നുള്ള സൂചന ഒരിക്കൽ പോലും കൊടുത്തിട്ടില്ല എന്ന് അസന്നിഗ്ധമായിട്ടാണ് ജോസ് കെ മാണി പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, ജോസ് കെ മാണി അപ്പുറത്തേക്ക് പോകുമ്പോൾ എതിർക്കാൻ സാധ്യതയുള്ള പാർട്ടി, അതായത് ജോസഫ് ഗ്രൂപ്പിനെ കുറിച്ച് ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ പരുന്തിന്റെ പുറത്തിരിക്കുന്ന കുരുവിയെ പോലെ എന്നൊക്കെ പറയുമ്പോൾ അങ്ങേറ്റത്ത് അപഹസിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ കൃത്യമാണ്. നിലപാടിൽ മാറ്റമുണ്ട് എങ്കിൽ ഞങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല എന്ന് പറയാം. ഞങ്ങളിപ്പോൾ മുന്നണി മാറ്റത്തെ കുറിച്ച് ഇപ്പോൾ ആലോചിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സൂചന കിട്ടും. ഇവിടെ സൂചനയില്ല. കേരള കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു നേതാവ്, ജോസ് കെ മാണി അല്ലാത്ത ഏതെങ്കിലും അത്ര ഉന്നതനല്ലാത്തൊരു നേതാവ് പോലും ഇങ്ങനെ ഈ രീതിയിൽ ഒരു മുന്നണി മാറ്റത്തിന്റെ താല്പര്യം പറഞ്ഞിട്ടില്ല. അടൂർ പ്രകാശിനെ പോലുള്ള ആളുകളൊക്കെ സ്വാഭാവികമായിട്ടും പറയുന്നു അവര് കേരള കോൺഗ്രസ് അല്ല, കോൺഗ്രസ് ആണ്. അപ്പൊ അവർക്ക് താല്പര്യം ഉണ്ടാകും. അതിൽ 2 കാര്യമുണ്ട്. ഈ UDF ഇപ്പോഴത്തെ വിജയം, ആ വിജയം ഒരു സ്ഥിരം പ്രതിഭാസമല്ല എന്ന് UDF നേതാക്കന്മാർക്ക് അറിയാം. ഒരു താൽക്കാലിക പ്രതിഭാസമാണ്. ഞാൻ തികച്ചും നിഷ്പക്ഷമായിട്ടാണ് പറയുന്നത്. ഈ താൽക്കാലിക പ്രതിഭാസം എന്ന് പറയുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ ശബരിമല സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ടാണ്. അത് കൈകാര്യം ചെയ്യുന്നതിൽ ഞാൻ വിശ്വസിക്കുന്നത് LDF വേണ്ട രീതിയിൽ, സമയവും കിട്ടാത്ത പ്രശ്നമുണ്ട്, അത് വേണ്ട രൂപത്തിൽ അതിനെ ചെറുക്കാനോ അതിനെ പറഞ്ഞ് ജനങ്ങളെ ബോധ്യപ്പെടുത്താനോ കഴിഞ്ഞില്ല. അതേ സമയത്ത് വളരെ കൃത്യമായിട്ട് കേരളത്തിലെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ഉണ്ടായ പ്രചരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവത്തിന്റെ അയ്യപ്പന്റെ സ്വത്തും അയ്യപ്പന്റെ സ്വർണവും അടിച്ചു മാറ്റി അത് CPM ആണ് എന്നുള്ള രീതിയിൽ, പാർട്ടി LDF മറ്റു ഘടകകക്ഷികളെ പോലും അല്ല, മുഖ്യമന്ത്രിയുടെ പേരും പാർട്ടി എന്ന നിലയിൽ CPM പേരുമാണ്. അത് ശക്തമായിട്ട് പറയുമ്പോൾ അത് അല്ല എന്ന് സാധാരണ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിൽ ഒരു വീഴ്ച പറ്റിയിട്ടുണ്ട്. ആ താൽക്കാലിക പ്രതിഭാസം മാറിക്കിട്ടാൻ, അതായത് ഒരു പറയുന്നതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇപ്പൊ ഞാൻ ഈ സാധാരണ ജനങ്ങൾക്കിടയിലുള്ള സംസാരം വെച്ചാണ് പറയുന്നത്. ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ, രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഞങ്ങൾ ആദ്യം സസ്പെൻഡ് ചെയ്തു. അദ്ദേഹത്തിന് പാർട്ടി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റി. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കിട്ടാത്ത ആദ്യത്തെ ദിവസം തന്നെ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. ഇങ്ങനെ നിങ്ങൾ എന്തുകൊണ്ട് ചെയ്തില്ല എന്നൊരു ചോദ്യം അത് ജനങ്ങൾക്കിടയിലേക്ക് പൂർണ്ണമായി കൊടുത്തുകൊണ്ട് സംരക്ഷിക്കുകയാണ് എന്നുള്ള പത്മകുമാറിന്റെയും ഒക്കെ വാസുവിനെയൊക്കെ സംരക്ഷിക്കുകയാണ് എന്ന വലിയൊരു നെറേറ്റീവ് ഉണ്ടാക്കി തീർത്തു. അത് വേണ്ട രീതിയിൽ അതിനെ തടയാൻ, അതിനെ ചെറുക്കാൻ LDF പറ്റിയില്ല. ഈ പ്രതിഭാസം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ താൽക്കാലിക പ്രതിഭാസമാണ്. ഈ താൽക്കാലിക പ്രതിഭാസം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കൊണ്ടുപോകാൻ സാധ്യതയില്ല. കാരണം കേസിന്റെ ഘട്ടങ്ങൾ ഇങ്ങോട്ട് മുന്നോട്ടേക്ക് പോവുകയാണ്. അതിവിടെ എന്തൊക്കെയാണ് ഇപ്പോൾ ഈ ആളുകളൊക്കെ ഏതൊക്കെ ഘട്ടത്തിൽ ഇടപെട്ടു എന്നുള്ളതൊക്കെ ഇനി ഈ ചാർജ് ഷീറ്റ് വരുമ്പോഴാണല്ലോ അറിയാം. അപ്പൊ ചാർജ് ഷീറ്റ് വരുമ്പോൾ ഇവരെ പങ്കിനെ കുറിച്ച് പറയാം. ഇപ്പൊ ഈ പത്മകുമാറും വാസുവൊക്കെ അറസ്റ്റിലാണ്, അത് അവര് ജയിലിലാണുള്ള കാര്യമൊക്കെ യാഥാർത്ഥ്യം. അത് സാധാരണ ജനങ്ങൾക്ക് അതിന്റെ യുക്തി മനസ്സിലാവില്ല. അപ്പൊ അത് ബോധ്യപ്പെടുത്തുന്നുള്ള പരാജയമാണ്. അപ്പൊ ഈ താൽക്കാലിക പ്രതിഭാസത്തെ ഈ എക്കാലത്ത് നിലനിർത്താൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് അതൊരു സ്ഥിരം പ്രതിഭാസമാക്കാനാണ് RJDയെയും ഈ കേരള കോൺഗ്രസിനെയൊക്കെ വീണ്ടും ക്ഷണിക്കുന്നത്. ശരി.